ഇബ്തദാ ബിൽ മിൽഹ്, ഈ ഉപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കുക, ഉപ്പ് കൊണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങുക. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്പം ഉപ്പ് കഴിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് എന്താ ഈ പറയുന്നതെന്നാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് മാത്രമല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഉപ്പ് കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഫഇന്നഹു ശിഫാഉൻ മിൻ 70 ദാ, 70 രോഗങ്ങളിൽ നിന്ന് അത് ശമനമാണ്. അപ്പോൾ ഭക്ഷണത്തിന് മുൻപും ശേഷവും നിങ്ങൾ ഉപ്പ് കൊണ്ട് തുടങ്ങുകയും ഉപ്പ് കൊണ്ട് പര്യവസാനിപ്പിക്കുകയും ചെയ്യുക. ഇന്ന് മോഡേൺ സയൻസും അത് പറയുന്നുണ്ട്, അല്ലേ? മോഡേൺ സയൻസും അത് പറയുന്നുണ്ട്. This help in digestion is what we need during meals. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വേണ്ട എന്താ? അത് ദഹിച്ചു പോകണം എന്നുള്ളതാണ്. എന്നാൽ ആദ്യം ഈ ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് ദഹന പ്രക്രിയ എളുപ്പമാക്കാൻ സഹായിക്കുമെന്ന് മോഡേൺ സയൻസ് ഇന്ന് പറയാണ്, അല്ലേ? Salt is one of the best foods you can take before and after meals. ആണോ? ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഭക്ഷണത്തിന് മുമ്പ് ശേഷവും കഴിക്കാൻ പറ്റിയതാണ് ഉപ്പ്. അത് തന്നെ കല്ലുപ്പ്, നല്ല ശുദ്ധമായ ഉപ്പാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഭക്ഷണത്തിന് മുമ്പ് ഒരല്പം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോഡേൺ സയൻസ് തന്നെ പറയുന്നുണ്ട്, ബാലൻസസ് സ്വീറ്റ്നെസ് ആൻഡ് ഹെൽപ്സ് സപ്രസ് അതർ ഫ്ലേവേഴ്സ് സച്ച് ആസ് ബിറ്റർനെസ്. നമ്മുടെ നാവിന് കൃത്യമായി രുചി ലഭിക്കാൻ ഉപ്പ് നല്ലതാണെന്നാണ്. അതായത് നമ്മുടെ കൃത്യമായി നാവിന് നമ്മളൊരു സാധനം കഴിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ രുചി ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ക്ലിയർ ആയ രുചി ലഭിക്കാൻ, കയ്പ്, ചവർപ്പ് പോലുള്ളതിൽ നിന്നൊക്കെ അത് കുറച്ച് പിടിക്കാനൊക്കെ ഈ സാൾട്ട്, ഉപ്പ് ഉപകരിക്കുമെന്നാണ് അന്ന് പറഞ്ഞു തന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്പം ഉപ്പ് ആദ്യം കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുക, ശേഷം ഒരല്പം ഉപ്പ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ദഹന പ്രക്രിയ എളുപ്പമാകും. എന്തുകൊണ്ടാണ് 70 രോഗങ്ങൾ ശിഫയാക്കുമെന്ന് പറയാൻ കാരണം? എല്ലാ രോഗങ്ങളുടെയും കാരണം വയറാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ജീവിതശൈലിയെ മാറ്റിമറിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ഭക്ഷണം ദഹിക്കാതെ കിടന്ന് അത് ഒരുപാട് വലിയ വലിയ മാരക രോഗങ്ങൾ പോലും ആകുന്നുണ്ട്. അപ്പോൾ ദഹന പ്രക്രിയ എളുപ്പമായാൽ തന്നെ നമ്മുടെ ശരീരം അടിപൊളിയായി തീരുന്നതാണ്.